പിന്നെ ശേഷമാണ് NSSന്റെ ബോർഡ് വഴി അതിൽ നിന്നെടുത്ത് ഉരുത്തിരിഞ്ഞ ചില തീരുമാനങ്ങൾ നിങ്ങൾ പത്രത്തോര ആ പത്രത്തോര കാണുമ്പോൾ അദ്ദേഹം നിഷ്കളങ്കനായ സുമാനൻ അദ്ദേഹത്തിന്റെ സ്വന്തമായ അഭിപ്രായം ആദ്യം പറഞ്ഞെങ്കിൽ ഒരു സംഘടനയിൽ ഇരിക്കുമ്പോൾ ആ സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയിൽ ആ കമ്മിറ്റിയിലുണ്ടായ സംവാദത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എടുക്കുന്ന തീരുമാനം പറയേണ്ട ബാധ്യത അതിന്റെ സെക്രട്ടറിക്കുള്ളതുകൊണ്ട് അദ്ദേഹം അത് ഇപ്പോൾ അറിയിച്ച പത്രദ്വാര മാത്രമാണ്. അതിനെന്താ പറഞ്ഞിരിക്കുന്നത്? രാഷ്ട്രീയ ഉദ്ദേശം. ആ എന്ത് രാഷ്ട്രീയ ഉദ്ദേശം? അതിലെല്ലാം വ്യാഖ്യാനമാണ്. ഈ തെരഞ്ഞെടുപ്പ് വരുന്നതൊന്നും മാത്രമല്ല എന്തിനു പറയുന്നു? ചില പത്രങ്ങൾ സത്യങ്ങൾ പറഞ്ഞല്ലോ. പല പത്രങ്ങൾക്കെല്ലാം സത്യം പറയാൻ മടിയാണ്. എന്റെ ചോര പറയാൻ കുടിക്കാനാണ് പത്രങ്ങൾ താല്പര്യം. സത്യം തുറന്നു പറയാനും എഴുതാനും പറഞ്ഞു കാണിക്കാറില്ല. എന്റെ മര്യാദ പത്രധർമ്മം പോലും ചെന്ന് കാണിക്കാറില്ല. എന്നെ നശിപ്പിക്കാനുള്ള പ്രവണതയ്ക്ക് ആക്കം കൂട്ടാനാണ് ചിലരുടെ ശ്രമം. അതിനുള്ള ചർച്ചയിൽ നോക്കുമ്പോൾ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി എന്ന് ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏത് റിപ്പോർട്ടും ആകട്ടെ, റിപ്പോർട്ട് ഉണ്ടാകാതെ അത് പിന്തിരിയുന്നു. ഒരു വിഷമവുമില്ല, പ്രതിഷേധവുമില്ല. നായ സമുദായം നമ്മുടെ സഹോദര സമുദായം. ആ നായൻ സമുദായം, ആ സഹോദര സമുദായത്തെ ഈ ഒരു തീരുമാനം ഉണ്ടായി എന്നതിന്റെ പേരിൽ പ്രിയമുള്ള സഹോദരന്മാരെ, NSS നേതൃത്വത്തെയോ സുമാൻ നായരെയോ ഒരിക്കലും നിങ്ങളാരും തള്ളി പറയരുതേ എന്നൊരു അപേക്ഷയില്ല. കാരണം ഈ ചോര പിടിക്കാൻ നിൽക്കുന്ന ചില കുറുക്കന്മാരുണ്ട്, ചില രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയമുണ്ട്. നിഷ്കളങ്കനായ സുമാരനാർ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ആദ്യം വന്നു. പിന്നെ അദ്ദേഹം തിരുത്തേണ്ടി വന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക്, തീരുമാനങ്ങൾക്കും ഗവൺമെന്റ് തീരുമാനങ്ങൾക്കും വിഷയമാണ്. ഇത് മനസ്സിലാക്കാൻ, ചിന്തിക്കുവാൻ ഉണ്ടായ കാരണം എന്തെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പാഴവും പഴമലരെ പോകേണ്ടതില്ല. നമുക്ക് ബുദ്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നാളെ തൊട്ട് നായരെ ചീത്ത പറഞ്ഞേക്കണം, അതാണ് നമ്മൾ യോഗം കൂടി തീരുമാനിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റുപറ്റിപ്പോയി. മാധ്യമങ്ങളെ ഒരിക്കലും നായർ സഹോദരന്മാരെ ഞങ്ങളുടെ സഹോദരന്മാരാണ്. ഞങ്ങളെല്ലാം ഹിന്ദുക്കളായ ഞങ്ങളെല്ലാം ചോരം ഒന്നാണ്. ഞങ്ങളുടെ വിശ്വാസം ഒന്നാണ്, ആചാരം ഒന്നാണ്, അനുഷ്ഠാനം ഒന്നാണ്. അതുകൊണ്ട് ഇത്തവണത്തെ ഐക്യത്തിന്റെ പേരിൽ എന്തുണ്ടായാലും ഇന്നല്ലെങ്കിൽ എല്ലാം നാളെ സംഭവിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അതിനു വേണ്ടി നമുക്ക് ശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ക്ഷമയോടെ കാണാൻ കേൾക്കാനുള്ള സംഘർഷം കാണിച്ച നിങ്ങൾക്കെല്ലാം എന്ന് പറയുന്നതോടൊപ്പം ഈ വിഭാഗിത ലോക അവസാനം വരെ നിൽക്കുന്ന ഒരു വിഭാഗിത സുമാരൻ നായർ അദ്ദേഹം കാണിച്ച വിശാല മനസ്സിലാണ്. എനിക്ക് ഇരട്ടി ശബ്ദം തഞ്ചടവും തമ്മിലെത്തിയാണ്. ഇന്ന് നിരഞ്ഞു നടന്നില്ലേ, ഒരു നേതാവിന്റെ മുമ്പിൽ പോകല എന്ന് പറഞ്ഞവരെ ഇന്ന് നിരഞ്ഞിട്ടാണ് നടന്നില്ല എന്ന് പറഞ്ഞില്ലേ. മുഖ്യമന്ത്രിയുടെ വണ്ടി കയറി പോയി എന്താ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെന്നെ വേട്ടയാടിയപ്പോൾ നമുക്ക് കരുത്തായി താങ്ങായി സുമാരൻ അഭിനന്ദിക്കണ്ടേ. അത് അദ്ദേഹം മനസ്സിൽ തട്ടിപ്പറഞ്ഞത് ആ സമുദായത്തിനില്ല. മറ്റൊന്നുള്ള വികാരം രാഷ്ട്രീയം കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ എനിക്ക് നൽകിയ സ്വീകരണം, പ്രത്യേകിച്ച് 20 ദിവസം ഇത്തരം ആളുകളൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചു. കാരണം ഒരു ഔപചാരികമായ ഒരു ഭരണഘടനാ ഭേദഗതിക്ക് മാത്രം ഇവിടെ കൂടിയപ്പോൾ കേരളത്തിൽ നല്ല ന്യായഭാഗം ദുബായിൽ വരെ ഇവിടെ എത്തിയിരിക്കുന്നു. എന്നിയാളെ സംബന്ധിച്ചിരിക്കുമ്പോൾ തന്നെ ദുബായിൽ തന്നെ വിളിച്ചത് യൂട്യൂബാണ്. അദ്ദേഹം പോലെ എന്നെ വിളിച്ച് അഭിനന്ദിക്കുകയായിരുന്നു. അപ്പോ നമ്മളെല്ലാം ഒരു മുസ്ലിം വിരോധികളാക്കി എടുത്തു നിർത്തിക്കൊണ്ട് ചിലർക്കെല്ലാം രാഷ്ട്രത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ശക്തികൾ ഇന്ന് നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ചിന്തകളും ഭാവനകളും പ്രവർത്തികളും
നിങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാകണമെന്ന അപേക്ഷയോടുകൂടി നിങ്ങൾ നൽകിയ ഊഷ്മളമായ സ്നേഹനിർഭരമായ ഹൃദയത്തിൽ നിന്ന് നൽകിയ സ്വീകരണങ്ങൾക്കെല്ലാം ഔപചാരിക പേരിൽ ഞാൻ നന്ദി പറയുന്നു.